അതിൽ വലിയ ഞാൻ ഒന്ന് രീതിയിലുള്ള ഇടപെടുകയാണ്. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ബി അശോക്, ഇങ്ങനെ ഫീസ് കൂട്ടുന്ന സാഹചര്യം എങ്ങനെ വന്നു? എന്താണ് ഇപ്പോൾ ഉണ്ടായ ഈ കുട്ടിയുടെ പ്രശ്നത്തിന് കാരണം? ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്? ഇപ്പോൾ ഒരു ഫീസ് അടയ്ക്കാൻ ചേർന്ന സമയത്ത് ഫീസ് 10,000 രൂപയായിരുന്നു. പക്ഷേ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ 50,000 എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ഒരു വിദ്യാർത്ഥി അർജുൻ പഠനം നിർത്തി TC വാങ്ങിപ്പോയി. കോളേജിന്റെ മുന്നിൽ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് അയക്കുകയും ചെയ്തിരുന്നുവല്ലോ. അതെ, അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1,00,000 രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാള് ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. അപ്പോൾ ചേരുന്ന സമയത്ത് ഈ പറയുന്ന സെമസ്റ്റർ ഫീസ് അടയ്ക്കണം പൂർണ്ണമായിട്ടും അല്ലേ? ഒരു മാസം ഒരു തവണത്തെ ഫീസ് അടച്ച ശേഷം അത് റീംബേഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അയാൾ ഫീ കൺസെഷൻ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റ്. ഫീ എത്രയായാലും അയാളുടെ ഫീസ് എത്രയായാലും അത് ഗവൺമെന്റ് റീംബേഴ്സ് ചെയ്യുന്ന ഫീസാണ്. ഞങ്ങളുടെ കാറ്റഗറി പരിശോധിച്ചപ്പോൾ ഫീ കൺസെഷൻ ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാണും. അതൊരു ചർച്ച ഉണ്ടാക്കാനായിട്ട് ബോധപൂർവം ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ തന്നെ 5 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ഉള്ള കുട്ടികൾ അവർക്ക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരതിന് അപേക്ഷിച്ചാൽ മതി. 5 ലക്ഷമാണ് ഫാമിലി ഇൻകം താഴെയെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഫീസ് അടച്ചാൽ മതി, 16,000 രൂപ അടച്ചാൽ മതി. അപ്പൊ രണ്ട് രീതി നോക്കിയാൽ അയാളുടെ പരാതിക്ക് ഒരു അടിസ്ഥാനവുമില്ല. ഇപ്പോൾ സെമസ്റ്റർ ഫീ എന്ന് പറയുന്നത് പറയുന്നത് പോലെ കേട്ടു, സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന്. യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നിശ്ചയിക്കുന്നതിന് സർക്കാരിന് ഒരു റോളും ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലും യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നിശ്ചയിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് തരുന്നതായ സപ്പോർട്ട്, അതിൽ നിന്ന് കൂടുതലായിട്ട് കണ്ടെത്തേണ്ട ഇന്റേണൽ റവന്യൂ, ഇതിനെല്ലാം ആശ്രയിച്ച് യൂണിവേഴ്സിറ്റി എടുക്കുന്ന ഡിസിഷനാണ്. അതിന് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവും. ഇപ്പോൾ സെമസ്റ്റർ ഫീ എന്ന് പറയുന്നത് 48,000 രൂപ അല്ലേ? ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഫീ ഞാൻ പറഞ്ഞു കേട്ട കാര്യങ്ങൾ 100% കളവ്. ഇപ്പോഴത്തെ സെമസ്റ്റർ ഫീ എത്രയാണ്? 48,000 രൂപയാണോ? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ റെഡി ആയിട്ടില്ല, ഞാൻ യാത്രയിലാണ്. പിന്നെ വാട്ടർ ഇറ്റ് ഈസ് 40,000 രൂപ കൂടുതലുണ്ടാവും. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അത്ര ഇല്ലായിരുന്നല്ലോ ഡോക്ടർ ബി അശോക്? യൂണിവേഴ്സിറ്റി പ്രൊസ്പെക്ടസിന്റെ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ഫീസ്, കഴിഞ്ഞ വർഷത്തെ ഫീസ് നിലവിലിരുന്നു. പ്രൊസ്പെക്ടസിൽ തന്നെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ നോട്ടീസ് കൂടാതെ തന്നെ ഇതിലെ ഏത് ക്രൈറ്റീരിയ യൂണിവേഴ്സിറ്റിക്ക് മാറ്റി നിശ്ചയിക്കാൻ അവകാശമുണ്ട്. അതായത് ഏകദേശം 300% ഫീസ് കൂടി ഇല്ല ഈ വിദ്യാർത്ഥി? ശതമാനമൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പൂർത്തിയായിക്കോട്ടെ. യൂണിവേഴ്സിറ്റിയുടെ അധികാരപ്പെട്ട സമിതിക്ക് ഫീസ് എപ്പോ വേണേലും റിവ്യൂ ചെയ്യാനായിട്ട്, ഇപ്പൊ ഇതിനു മുമ്പ് ഫീസ് എപ്പോഴാണ് വർദ്ധിപ്പിച്ച? 2014 10 വർഷത്തിന് ശേഷമാണ് ഫീസ് വർധന വീണ്ടും ആലോചിക്കേണ്ടി വന്നത്. അത് ധനകാര്യ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ്. യൂണിവേഴ്സിറ്റിക്ക് ജീവനക്കാർക്ക് തന്നെ 226 കോടി രൂപ കുടിശ്ശിക കൊടുക്കാറുണ്ട്. അതൊന്നും ഇന്ന് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ സ്റ്റുഡൻസിന്റെ അമ്യൂണിറ്റീസിലേക്ക് തന്നെ നമുക്ക് പണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അധികാരപ്പെടുത്തിയ സമിതികളാണ് തീരുമാനിച്ചത്. ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യാൻ ഉപയോഗിക്കേണ്ട, യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമാണ്. ഈ പർട്ടിക്കുലർ കുട്ടിയുടെ വീഡിയോ 100% അടിസ്ഥാനമില്ലാത്തതാണ്. അതൊരു ചർച്ച ഉണ്ടാക്കാൻ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഗിമ്മിക്കാണ്. യൂണിവേഴ്സിറ്റി ഇന്നലെ തന്നെ പ്രസ് റിലീസ് കൊടുത്തതാണ്. ഒരു ഫീസും കൊടുക്കേണ്ട വ്യക്തി 10,000 20,000 എന്നുള്ള ചർച്ചയിൽ എന്താണ് ഏർപ്പെടുന്നത്? അയാളുടെ പിന്നെ ഇത് സൗജന്യമില്ലേ? അത് മാത്രമല്ല, അയാളുടെ ഇൻകം 1 ലക്ഷം ആണെങ്കിൽ അയാൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി പിന്നെ ഫീസ് കൂടിയ കാര്യം ചർച്ചയിൽ വരാൻ ഇത് ഉപകരിച്ചു കേട്ടോ. കാരണം ഇത്രയും വലിയ ഫീസ് വർധന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 350% വർധനയല്ലേ വന്നിരിക്കുന്നു അല്ലേ ഏകദേശം? അല്ല, ആ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയുടെ ബാധ്യത എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതുകൊണ്ട് 15% ഇന്റേണൽ റവന്യൂ യൂണിവേഴ്സിറ്റിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ഞാൻ അടച്ചിടണമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. മാർച്ചിൽ ശമ്പളം കൊടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പോലും നിശ്ചയമില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഒരു മാസത്തെ ചെലവിൽ 4 കോടിയോളം രൂപ കുറച്ചാണ് ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടുന്നത്. അത് ഇതുകൊണ്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ ഒക്കില്ല. ഈ മൊത്തം ഫീ റവന്യൂ എന്നുള്ള ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 10 കോടി താഴെയാണ്. ഞങ്ങളുടെ ബാധ്യത 48 കോടിയാണ് ഗ്രാന്റ് കുറച്ച് കിട്ടുന്നതുകൊണ്ട്. 4-1 മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റൂ. വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷെ ജീവനക്കാരുടെ 4,000 ജീവനക്കാര് അവരുടെ DCRG പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് കൂടി ആലോചിച്ച് പറയണം. നമുക്ക് ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശവും കാണാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് സർവകലാശാലകളിലെ ഫീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതായത് ഒരു പ്രശ്നത്തിന്റെ ഒരു ഭാഗം മാത്രം നോക്കിക്കൊണ്ടും വ്യാജമായിട്ടിടുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടും അതിനെ പരിഹരിക്കാൻ ഒക്കില്ല. യൂണിവേഴ്സിറ്റിയുടെ ധനകാര്യ വിഷയങ്ങൾ ദീർഘകാലമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. 4-5 കൊല്ലത്തെ പഴക്കം അതിനുണ്ട്. ഫീസ് 0 ആക്കിയാൽ പോലും യൂണിവേഴ്സിറ്റിക്ക് മുന്നോട്ട് പോകാൻ പിന്നെ വേറെ തടസ്സങ്ങളുണ്ടാവും. അപ്പൊ അത് അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ഇതുപോലെ 2-3 മിനിറ്റ് സംഗ്രഹിച്ച് ഒരു കൊട്ടത്താപ്പിന് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല, സമഗ്രമായിട്ടുള്ള മാറ്ററാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി തീരുമാനിച്ചാൽ മതി. ഓരോ തീരുമാനത്തിനും വേറെ പ്രത്യാഘാതങ്ങളുണ്ട്.
പക്ഷേ ഇത്രയും വലിയ ഫീസ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നതാണല്ലോ. അവരുടെ ഇത്രയും വലുത് ആദ്യമാണ്, ഇത്രയും വലുത് ആദ്യമാണ്, ഇത്രയും വലുത് ആദ്യമാണ്, പൊട്ടിയ റെക്കോർഡ് പോലെ ആവർത്തിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ കൊല്ലുന്ന ഫീസാണ് അത്രേ ഉള്ളൂ, കൊല്ലുന്ന ഫീസ് അത്രേ ഉള്ളൂ. അല്ല അതൊക്കെ അഡ്ജക്റ്റീവ്സിനൊന്നും പഞ്ഞമില്ല. പക്ഷേ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് വിദ്യാർത്ഥികളുടെ അമ്യൂണിറ്റീസും വർദ്ധിപ്പിച്ചുകൊണ്ട് വരേണ്ടി വരും. അതിലോട്ടുള്ള തുക ഇപ്പം ലഭ്യമല്ല. അതെങ്ങനെയെന്നും കൂടെ പരിഹരിക്കണം. ഇതിനൊന്നും പിടിവാശിയൊന്നുമില്ല, സർക്കാരിന് ഇതിൽ പങ്കൊന്നുമില്ല. യൂണിവേഴ്സിറ്റി എടുത്ത ഡിസിഷനാണ്. ഈ കാണിച്ചതും ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വീഡിയോയിലുള്ള വിദ്യാർത്ഥിയുടെ കേസ് വ്യാജമാണ്. അത്രയേ പറയുന്നുള്ളൂ.